ഹലോ ഗായ്സ്, സോ ഇന്നത്തെ എൻ്റെ പരിപാടി ഐസ് സ്കേറ്റിങ്ങിന് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇതാണ് അവസ്ഥ. ഇപ്പം ഞാനും സിഗ്നൽ നോക്കാതെ ക്രോസ് ചെയ്തിരുന്നെങ്കിൽ ഈ വണ്ടിയിൽ ഞാനും പോയേനെ. സോ എല്ലാവരും റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പം സൂക്ഷിച്ച് സിഗ്നലൊക്കെ നോക്കി ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകണം. ലൈഫിൽ ഇതുവരെ ഞാൻ ഐസ് സ്കേറ്റിംഗ് ട്രൈ ചെയ്തിട്ടില്ല. അതെ, അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. സോ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അങ്ങനെ ഫൈനലി എത്തി. നല്ല അടിപൊളിയായിട്ട് സ്ഥലങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അവിടെ ചെന്നപ്പം ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, അവരെല്ലാവരെയും മീറ്റ് ചെയ്തു. സോ അവരൊക്കെ ബൂട്ട്സ് ഇട്ട് അവിടെ കളി തുടങ്ങി. അപ്പം നമുക്കും ഇനി വേണം. അങ്ങനെ ഈ കൗണ്ടറിൽ നിന്ന് ബൂട്ട്സൊക്കെ വാങ്ങിച്ച് ഫിറ്റാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവൻ്റെ ആണെങ്കിൽ ബൂട്ട്സ് കയറുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം നോക്കി, രണ്ടാമത്തെ പ്രാവശ്യം നോക്കി, അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ബൂട്ട്സൊക്കെ ഫിറ്റായി സെറ്റായി. ഇനി നമ്മൾ കളത്തിലോട്ട് ഇറങ്ങും. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ചെറിയ കാലുവേദനയുണ്ട്, പിന്നെ അറിയാൻ പാടില്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് അവിടെ വരെ പോയേ. മനസ്സിലായി. ഇത്രേ ഉള്ളൂ. നീ കയറുക, ഈ സൈഡിൽ കൂടെ ആദ്യം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. പതുക്കെ വെച്ച് പിടിച്ച് എങ്ങനെയോ ഒപ്പിച്ച് അവിടെ നിന്ന് ഇവിടം വരെ എത്തി. ഭാഗ്യം കൊണ്ട് ഞാൻ വീണിട്ടേ ഇല്ല. പിന്നെ ഇതുപോലെ തന്നെ തിരിച്ച് പിടിച്ച് അവിടം വരെ പോയി. ഇങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം ഒന്ന് പഠിക്കുന്നത്. പക്ഷെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഡെവലപ്പായി കേട്ടോ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൈ പിടിച്ച് കുറച്ചൊക്കെ ട്രൈ ചെയ്തു. കുറച്ച് ദൂരമൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സ്കേറ്റിംഗ് പഠിക്കാൻ പറ്റി. പയ്യെ പിച്ച നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. നല്ലതായിരുന്നു. അക്ഷയ് എങ്ങനെയുണ്ടായിരുന്നു? ദൈവമേ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിലത്ത് കുത്തിയിട്ടില്ല. ഭൂമിയിലോട്ട് എപ്പോ ഇറങ്ങുമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. പിന്നെന്താ പറയാനുള്ളേ? ഇതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാ ഉരുണ്ട് കേട്ട് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒപ്പിച്ച് ഓരോ ക്ലിപ്സൊക്കെ കിട്ടുന്നത് തന്നെ എങ്ങനെയോ സേഫായിട്ട് തട്ടലും മുട്ടലും ഇല്ലാതെ വീഴാതെ പോകുന്നുണ്ട് ഇതുവരെ. നമ്മുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ ചുവട് വെച്ചപ്പോൾ നിലത്തുരുണ്ടടിച്ച് വീണത് ജിജിലേച്ചി തന്നെയാണ്. പുള്ളിക്കാരി പക്ഷെ ആദ്യം തന്നെ പെട്ടെന്ന് പഠിച്ചെടുത്തു കേട്ടോ സംഭവം. ആ ഒരു ബ്ലൂ സംഭവം കാണുന്നുണ്ടോ? അപ്പോൾ അത് വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഴത്തൊന്നുമില്ല, നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്കൂടെ നല്ല സേഫായിട്ട് പോകാൻ വേണ്ടി. ഗൈസ്, അങ്ങനെ ഇതും കഴിഞ്ഞ് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വൺസ് എങ്കിലും ലൈഫിൽ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ.